ഹായ് ഗൈസ്, നമുക്കിന്നൊരു സിമ്പിൾ കറി ഉണ്ടാക്കിയാലോ? നമുക്കൊരു ഉള്ളിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ കുഞ്ഞുള്ളി 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അതിൻ്റെ തോല് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് ഈ ഉള്ളി എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തോലെല്ലാം പൊളിച്ച് മാറ്റി വയ്ക്കാം. ഉള്ളിയെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നമ്മളിവിടെ വട്ടത്തിലാണ് ഉള്ളിക്കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തു വയ്ക്കുന്നുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കൂടിയിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ 1 തണ്ട് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളി മൊത്തവും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രം എടുത്തു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് 1 ഉണ്ട വാളംപുളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. പുളി ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഈ ഉള്ളിക്കറി.